ഞാനൊക്കെ കേരള രാഷ്ട്രീയം ശ്രദ്ധിച്ചു തുടങ്ങുമ്പോൾ കോൺഗ്രസിന് കേരളത്തിൽ രണ്ട് മുഖങ്ങളാണ്. കേരളത്തിലെ കോൺഗ്രസിന്റെ എക്കാലത്തെയും വലിയ രണ്ട് മുഖങ്ങൾ, ഒന്ന് കെ കരുണാകരൻ, രണ്ട് AK ആന്റണി. ഇവരായിരുന്നു പതിറ്റാണ്ടുകൾ കോൺഗ്രസിനെ നയിച്ചുകൊണ്ടിരുന്നത്. നമുക്കറിയാം, ആ കെ കരുണാകരന്റെ മകൾ ഇന്ന് BJP യിലാണ്, AK ആന്റണിയുടെ മകൻ ഇന്ന് BJP യിലാണ്, പത്തനംതിട്ടയിലെ BJP സ്ഥാനാർത്ഥിയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന് ഒരു തരത്തിലുള്ള എന്താ പറയുക ഒരു തളർച്ചയുടെയൊക്കെ സൂചനയാണ്. പക്ഷേ അത് നിങ്ങൾക്ക് സന്തോഷിക്കാൻ എന്തെങ്കിലും വക നൽകേണ്ടതാണോ? കോൺഗ്രസ് പോലത്തെ ഒരു ഗ്രാൻഡ് ഓൾഡ് പാർട്ടി, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടി ഇങ്ങനെ തളർന്നു പോകേണ്ടതാണോ? അതിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? തീർച്ചയായിട്ടും അങ്ങയുടെ ചോദ്യം പ്രസക്തമാണ്. ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ, അത് മണ്ഡലം കമ്മിറ്റി നേതാവാവട്ടെ, തന്തയ്ക്ക് വിളിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാകട്ടെ, നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആദരണീയരായ കോൺഗ്രസിന്റെ സഹപാനലിസ്റ്റ് ആവട്ടെ, ഇനി അങ്ങ് തന്നെ അങ്ങയുടെ ചോദ്യത്തിൽ വിശദീകരിച്ചതുപോലെ നമ്മളുടെയൊക്കെ വിദ്യാർത്ഥി ജീവിതകാലം മുതൽ നമ്മൾ പരിചയിച്ചിട്ടുള്ള AI ഗ്രൂപ്പുകളുടെ കേരള കോൺഗ്രസിന്റെ പ്രതീകമായി, കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രതീകമായി കണ്ടിരുന്ന നേതാക്കന്മാരുടെ മക്കളാവട്ടെ, ഏതെങ്കിലും ഇത്തരത്തിലൊരു കോൺഗ്രസ്സുകാരൻ BJP യിൽ ചേരുമ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ആരെങ്കിലും സന്തോഷിക്കേണ്ടതുണ്ടോ? ഒറ്റ വാചകത്തിൽ ഉത്തരം പറഞ്ഞാൽ അർത്ഥശങ്കകൾക്കിടയില്ലാത്ത വണ്ണം ഇല്ല എന്ന് തന്നെയാണ്. ഞങ്ങൾ സന്തോഷിക്കുന്നില്ല എന്ന് മാത്രമല്ല, ജാഗ്രതയോടുകൂടെ, അതിലുപരി ആശങ്കയോടുകൂടെ കേരളത്തിലെ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ കോൺഗ്രസിന് നേരിടേണ്ട വരുന്ന അപജയത്തെ ഞങ്ങൾ ജാഗ്രതയോടുകൂടെ നോക്കിക്കാണാൻ ജനങ്ങളോട് വർദ്ധിച്ച കരുത്തോടുകൂടെ ആവശ്യപ്പെടുകയാണ്. എന്തുകൊണ്ടാണ്? ഞാൻ മധ്യപ്രദേശിലെയും ഗോവയിലെയും ഗുജറാത്തിലെയും ഒന്നും ഉദാഹരണത്തിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. നമ്മളുടെ 1 മണിക്കൂർ നീണ്ട ചർച്ചയുടെ സമയം തികയാതെ വരും. കോൺഗ്രസ് സംഭാവന ചെയ്ത 300-100-ലധികം വരുന്ന MP മാരെയും 1 ഡസനോളം വരുന്ന കോൺഗ്രസ് BJPക്ക് സംഭാവന ചെയ്ത ഇപ്പോഴത്തെ മുഖ്യമന്ത്രിമാരെയും സംബന്ധിച്ച് വിശദീകരിച്ചാൽ ആ സമയം തികയാതെ വരും. പക്ഷേ അങ്ങ് കാണേണ്ടത് എന്താണ്? അങ്ങ് പറഞ്ഞു, അങ്ങയുടെ മാധ്യമ പ്രവർത്തന ചരിത്രത്തിൽ അങ്ങ് രാഷ്ട്രീയത്തെ സൂക്ഷ്മതയിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയ കാലം മുതൽ ഇവരൊക്കെ കോൺഗ്രസിന്റെ പ്രതീകങ്ങളായിരുന്നു. പക്ഷേ ഇത്തരം ആളുകൾ ഇപ്പോൾ BJP യിലേക്ക് പോകുന്നു. അവിടെയാണ് ഇപ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ നവമണ്ഡലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡ്രിഫ്റ്റ്. അതിനെ സംബന്ധിച്ച് ഞാനും അങ്ങയും ഉൾക്കൊള്ളുന്ന കേരളത്തിന്റെ മതനിരപേക്ഷ സമൂഹം ഒന്നടങ്കം വേദനയോടുകൂടെ, അതിലുപരി ആശങ്കയോടുകൂടെ ചർച്ച ചെയ്യേണ്ടത് അവിടെയാണ്. ഗോവയിലും കർണാടകയിലും മഹാരാഷ്ട്രയിലും ബീഹാറിലും അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലും കോൺഗ്രസ് നേതാക്കന്മാർ കൂട്ടത്തോടുകൂടെ BJPയുടെ ഓഫീസിൽ നിന്ന് ഇട്ടുകൊടുക്കുന്ന നക്കാപ്പിച്ച നക്കി, അവിടെ നിന്ന് ലഭിക്കുന്ന കാശ് വാങ്ങി, അവിടെ നിന്ന് ലഭിക്കുന്ന അധികാരത്തിന്റെ കസേര എടുത്ത് എരന്ന് തിന്നാൻ നടക്കുമ്പോൾ നമ്മളിൽ പലരും അഭിമാനത്തോടുകൂടെ, അതിലുപരി പ്രതീക്ഷയോടുകൂടെ പറയാറുണ്ട്, കേരളത്തിൽ ഇങ്ങനെ കോൺഗ്രസ് പോകില്ല. കാരണം കേരളത്തിന് പ്രൗഢഗംഭീരമായ ഒരു മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ പാരമ്പര്യമുണ്ട്. BJP യിൽ ചേർന്നാൽ പൊതുസമൂഹത്തിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടുന്ന, വർഗീയവാദിയായാൽ നമ്മളുടെ നാട്ടിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടുന്ന ഒരു അന്തരീക്ഷം പൊതുവിലുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് ചേരില്ല. ഇതായിരുന്നു നമ്മളുടെയൊക്കെ ഉള്ളിലുണ്ടായിരുന്ന പൊതുബോധം. പക്ഷെ പ്രത്യേകത എന്താണ്? അങ്ങയുടെ മാധ്യമ പ്രവർത്തന ചരിത്രത്തെ തന്നെ ഞാൻ വീണ്ടും കോട്ട് ചെയ്യുന്നു. അങ്ങ് സമീപ ദിവസങ്ങളാകെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. കുറച്ച് നാളുകൾക്കിടയിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ അങ്ങ് കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം ശ്രദ്ധിച്ചു നോക്കുക. കേരളത്തിലെ എണ്ണം പറഞ്ഞ എല്ലാ ജില്ലയിൽ നിന്നും കോൺഗ്രസിന്റെ ചർച്ചയിൽ പങ്കെടുക്കുന്ന നേതാവിനേക്കാൾ തലയെടുപ്പും തലപ്പൊക്കവുമുള്ള കോൺഗ്രസിന്റെ ഉന്നത സ്ഥാനീയർ വഴിവരിയായി നിന്ന് BJPയുടെ അപ്പക്കഷ്ണം സ്വീകരിച്ച് RSSന്റെ പാളയത്തിലേക്ക് ചേക്കേറിയില്ലേ? കാസർഗോഡ് മുതൽ ഇങ്ങോട്ടേക്ക് എടുക്കാം. കാസർഗോഡ് കോൺഗ്രസിന്റെ KPCCയുടെ ചെറിയ നേതാവായിരുന്നില്ലല്ലോ KK നാരായണൻ. ഇപ്പോഴെവിടെയാണ്? RSSന്റെ പാളയത്തിലെത്തി. 2021 കണ്ണൂർ ജില്ലയിൽ ഇന്നത്തെ മുഖ്യമന്ത്രിക്കെതിരെ മത്സരിച്ച് പരാജയപ്പെടുത്താൻ ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ്, അദ്ദേഹത്തിന്റെ പ്രത്യേകത അറിയാം, ഞാൻ ചർച്ച ചെയ്യുന്നില്ല, CPM-ൽ നിന്നും RSSന്റെ ശാഖയ്ക്ക് കാവൽ നിന്നു എന്ന് 24 മണിക്കൂറും വിലപിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേക അവസ്ഥയുള്ള മനുഷ്യനാണ്. അയാൾ കൊണ്ടു നിർത്തിയ സ്ഥാനാർത്ഥിയായിരുന്നു രഘുനാഥ്. ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ BJPയുടെ സ്ഥാനാർത്ഥിയായി അവിടെ നിന്ന് മത്സരിക്കുകയാണ്. തൃശ്ശൂരേക്ക് വരുമ്പോഴോ INTUCയുടെ ജില്ലാ സെക്രട്ടറി അനിൽ പോട്ടങ്കോട്, അതേപോലെ തന്നെ PSCയുടെ ചെയർമാൻ, ഞാൻ മനസ്സിലാക്കുന്നത് സഹപാനലിസ്റ്റിന് കോൺഗ്രസിന്റെ ക്ലാസ് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അദ്ദേഹത്തിന് കിട്ടിയാലും ഇല്ലെങ്കിലും കോൺഗ്രസിന്റെ ഉന്നത നേതാക്കന്മാർക്ക് ക്ലാസ് എടുക്കാൻ നടന്നുകൊണ്ടിരുന്ന PSCയുടെ മുൻ ചെയർമാൻ ആദരണീയനായ KS രാധാകൃഷ്ണൻ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് BJP യിൽ ചേർന്ന് നമ്മുടെ നാട്ടിൽ BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. തൃശ്ശൂർ വിട്ട് എറണാകുളത്തേക്ക് വന്നാലോ പത്മജ വേണുഗോപാൽ പോയില്ലേ? അതിന്റെ പുറകിൽ പത്തനംതിട്ടയിലേക്ക് വന്നാലോ പന്തളം സുധാകരന്റെ സഹോദരൻ K പ്രതാപൻ അടൂരിൽ UDF സ്ഥാനാർത്ഥിയായി ആലോചിച്ചയാളല്ലേ, അദ്ദേഹം പോയില്ലേ? കോട്ടയം ജില്ലയിലേക്ക് വന്നാലോ ഇവിടുത്തെ കോളേജിൽ ദീർഘകാലം പ്രൊഫസറായിരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗവും കൂടെയൊക്കെ ആയിരുന്ന പ്രമീള ദേവി, അവർ പോയില്ലേ? രാമൻ നായർ കേരളത്തിലെ കോൺഗ്രസിന്റെ മറ്റൊരു കാലത്തെ നേതാവായിരുന്നല്ലോ, PSC TDB ഉൾപ്പെടെയുള്ള ബോർഡുകളുടെ അംഗമായിരുന്നല്ലോ, അദ്ദേഹം പോയില്ലേ? KPCCയുടെ ജനറൽ സെക്രട്ടറി വിജയൻ തോമസ്, അദ്ദേഹം പോയില്ലേ? ഇങ്ങനെ എണ്ണിയെടുത്ത് പരിശോധിച്ചാൽ ഇപ്പൊ കാണുന്നു പത്തനംതിട്ടയിലും മലപ്പുറത്തും കണ്ണൂരുമായിരുന്നു
കോൺഗ്രസ് BJP-ക്ക് സംഭാവന ചെയ്ത 3 പേര് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്നത്. മലപ്പുറത്ത് അബ്ദുൾ സലാം ലീഗ് UDF വഴി കേരളത്തിന് സംഭാവന ചെയ്തയാളാണ്. അയാൾ BJP സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നു. അറക്കപ്പറമ്പിൽ കുര്യൻ ആന്റണി എന്ന AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ജനവിധി തേടുന്നു. പിണറായി വിജയനെതിരെ മത്സരിക്കാൻ കോൺഗ്രസ് കണ്ടെത്തിയാൽ കണ്ണൂർ ജില്ലയിൽ നിന്ന് BJP സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നു. കരുണാകരന്റെ ലെഗസി കോൺഗ്രസിന്റെ പാനലിസ്റ്റ് ഇവിടെ ചൂണ്ടിക്കാണിച്ചു. ആ ലെഗസികളുടെ ഇപ്പോഴത്തെ മണ്ഡലമായ ചാലക്കുടിയിലേക്ക് ഈ പത്മജ വേണുഗോപാൽ വരുമെന്നാണ് പറയുന്നത്. അതായത് കേരളത്തിൽ തന്നെ ലോക്സഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് BJP-ക്ക് സംഭാവന ചെയ്ത സ്ഥാനാർത്ഥികളാൽ നിറയുന്നു. ഈ അനുഭവങ്ങൾക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ലളിതമായ ഒരു ചോദ്യമേ ഇരുന്നുള്ളൂ. മതനിരപേക്ഷ രാഷ്ട്രീയത്തിന് ഗ്യാരണ്ടി ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇനിയും കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ കഴിയുമോ? ഗുരുജി ഗോൾവൽക്കറുടെ ചിത്രത്തിന് ചുവട്ടിൽ പഞ്ചമുച്ചമടക്കി വിളക്ക് കൊടുത്താൻ നിൽക്കുന്ന VD സതീശന് നിങ്ങൾക്ക് പ്രതീക്ഷ അർപ്പിക്കണോ? എടക്കാട് RSSന്റെ ശാഖയ്ക്ക് CPM-ൽ നിന്നും കാവൽ നിന്നിട്ടുണ്ടെന്ന് പറയുന്ന KPCC-യുടെ പ്രസിഡന്റിൽ ഇനി നിങ്ങൾക്ക് പ്രതീക്ഷ അർപ്പിക്കണോ? അവസരം കിട്ടിയാൽ RSS-ലേക്ക് പോകുമെന്ന് മത്സര ബുദ്ധിയോടുകൂടെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ കോൺഗ്രസ് നേതൃത്വത്തിൽ CPM-ന് കിട്ടിയ ഒരു ഗോൾഡൻ ചാൻസ് ആണ് പത്മജിയുടെ BJP-യിലേക്കുള്ള പോക്ക്. ഇതൊക്കെ സ്വാഭാവികമായി നിങ്ങൾക്ക് പറയാം. പെട്ടെന്ന് അല്ല, എനിക്കൊരു ഒറ്റ കാര്യം കൂടെ ചേർത്ത് പറയാനുണ്ട്. ആദരണീയനായ BJP-യുടെ പ്രതിനിധി ഇവിടെ ചൂണ്ടിക്കാണിച്ച പ്രസക്തമായ ഒരു കാര്യമുണ്ട്. എന്താണ് അദ്ദേഹം പറയുന്നത്? യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി ഇന്ന് BJP-യിലേക്ക് കൂടുമാറിയ മുൻ മുഖ്യമന്ത്രിയുടെ മകളെ തന്തയ്ക്ക് വിളിച്ചു. അപ്പൊ ആങ്കർ എന്ന നിലയിൽ അങ്ങ് പറയുകയാണ്, അദ്ദേഹം പറയുന്നു, ഞാൻ ബയോളജിക്കലി തന്തയ്ക്ക് വിളിച്ചതല്ല, ഞാൻ പൊളിറ്റിക്കലി തന്തയ്ക്ക് വിളിച്ചതാണ്. പൊളിറ്റിക്കലി തന്തയ്ക്ക് വിളിച്ചാൽ കോൺഗ്രസിന്റെ സഹപാനലിസ്റ്റ് കേട്ടോണ്ടിരിക്കോ? അതോ നിങ്ങളുടെ ആഫീസിൽ ഇങ്ങനെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് BJP-യിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ പരസ്പരം പൊളിറ്റിക്കലി തന്തയ്ക്ക് വിളിക്കാറുണ്ടോ? അത് നിങ്ങളുടെ സംസ്കാരമാണോ? അതോടൊപ്പം AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി BJP-യിലേക്ക് പോയി പത്തനംതിട്ടയിൽ മത്സരിക്കുന്നുണ്ടല്ലോ. അനിൽ ആന്റണിയുടെ തന്തയ്ക്കോ അല്ലെങ്കിൽ അമ്മയ്ക്കോ നിങ്ങൾ പൊളിറ്റിക്കലി വിളിക്കുമോ? അതാണോ KPCC ആഫീസിലെ രാഷ്ട്രീയ സംസ്കാരം? എന്താണ് കോൺഗ്രസിന്റെ സഹപാനലിസ്റ്റിന്റെ അഭിപ്രായം? അതൊന്ന് പറഞ്ഞാട്ടെ. ശരി, ഓക്കെ, എല്ലാം പറയാം.